ജനം ടിവിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മൈജി മെഗാ അത്തപ്പൂ മത്സരം സീസൺ 2 തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം മോൾ ഓഫ് ട്രാവൻകൂറിലാണ് അത്തപ്പൂ മത്സരം നടത്തുന്നത്. അത്തപ്പൂക്കള മത്സരത്തോടൊപ്പം സ്വർണ്ണവേട്ടയും ഇത്തവണത്തെ ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ദിലീപ് കുറ്റിച്ചൽ ചേരുകയാണ്. ദിലീപ്, അങ്ങനെ ഈ ചിങ്ങം പിറന്നു, ഇതോടുകൂടി നമ്മൾ ഒരേ വൈബിലായി കഴിഞ്ഞു അല്ലേ ദിലീപ്? ഇന്ന് എന്തായാലും ട്രാവൻകൂർ മോളിൽ സ്വർണ്ണവേട്ട, ഒപ്പം തന്നെ ജനം ടിവിയുടെ നേതൃത്വത്തിൽ അത്തപ്പൂക്കള മത്സരം എല്ലാം നടക്കുന്നുണ്ട്. എങ്ങനെയാണ് മത്സരം? അങ്ങനെ കൊട്ടിക്കയറുകയാണോ? രാഗി, തീർച്ചയായും വളരെയധികം ആവേശത്തിലാണ് പ്രത്യേകിച്ച് മത്സരാർത്ഥികളും അതോടെ തന്നെ അത്തം കാണാൻ വരുന്നവരും. പ്രത്യേകിച്ച് 5 ടീമാണ് ഇവിടെ മത്സരരംഗത്തുള്ളത്. എൻ്റെ ഈ വശത്ത്, അതായത് എൻ്റെ ഈ ഇടതുവശത്തായിട്ട് 2 ടീം അംഗങ്ങളും അതോടെ തന്നെ വലതുവശത്തായിട്ട് 3 ടീമുകളാണ് മത്സരരംഗത്തുള്ളത്. നമുക്ക് ആദ്യം എന്തായാലും ഈ ടീമിനെ പരിചയപ്പെടാം. ഈ ടീം എന്ന് പറയുന്നത് കാസർഗോഡ് നിന്ന് വന്ന ടീമാണ്. കാസർഗോഡ് നിന്നുള്ള പ്ലാച്ചിമടയിലെ പ്ലാച്ചിക്കരയിലെ ടീമിന്റെ പേര് അവിട്ടം കാസർഗോഡ് ജില്ലയിലെ പ്ലാച്ചിക്കരയിലുള്ള അവിട്ടം ടീമാണ്. ഇവിടെ അവസാന ഘട്ടത്തിലേക്കുള്ളതാണ് ഈ അത്തപ്പൂക്കളത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലേക്കാണ് ഇവർ കടന്നിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ ആരാണ് പങ്കുവയ്ക്കുക നമുക്ക് നോക്കാം. ചേച്ചിയെ ചോദിക്കാം. സ്വാഭാവികം ചേച്ചി ചിരിക്കരുത്, പ്രതികരിക്കണം. പേരെന്താ ചേച്ചി? ചേച്ചി അവസാന ഘട്ടത്തിലല്ലേ? ബാക്കി പറയൂ, ഏതൊക്കെ പൂക്കളാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? ഇല്ല, ചേച്ചി പറഞ്ഞേ. ചേച്ചി കുറച്ച് നാണമായതുകൊണ്ട് ചേച്ചി നമുക്ക് സംസാരിപ്പിക്കാം. ചേച്ചി പറഞ്ഞോ. ജമന്തി പൂ, റോസ്, പിന്നെ കുഴപ്പമില്ല. ചേച്ചി എന്തായാലും ചെറിയൊരു അമ്മ പറയോ? റോസ, പിന്നെ ജമന്തി, മല്ലിക, പിന്നെ ചിയോതി പച്ച. ഇലകൾ 3 സൈസുണ്ട്. ചിയോതി പച്ച, പിന്നെ ഒരു കുന്തിരിക്ക പച്ച, ഒരു കറുത്ത ചീര, അത് 3 ഉണ്ട്. പിന്നെ ജമന്തി, അതൊക്കെ തന്നെ. പിന്നെ ബ്ലൂ ഡേസി. ഇത്രയും പൂക്കളാണുള്ളത്. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട 4 നിയമങ്ങളാണ് ഈ ഒരു മത്സരത്തിൽ ഉള്ളത്. അതിൽ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത്, നിലവിൽ ഈ മത്സരരംഗത്തുള്ളത് മത്സരത്തിൽ പങ്കാളികളാവേണ്ടത്, അതായത് അത്തമിടേണ്ടത് പരമാവധി 7 പേരാണ്. അതോടൊപ്പം തന്നെ ഈ പൂക്കളും ഇലകളും മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റു യാതൊരുവിധ കെമിക്കലോ അതോടെ തന്നെ യാതൊരുവിധ കെമിക്കൽ നിറങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. ഇതെന്ന് പറയുന്നത് വിറാസ് കോളേജ്, അതായത് കണ്ണൂരിലെ പയ്യന്നൂരിലെ വിറാസ് കോളേജിലെ വിദ്യാർത്ഥികളാണെന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. ഹായ് ചേട്ടാ. ബ്രോ? മിർസാലി. അവസാന ഘട്ടത്തിലേക്കാണ്. എങ്ങനെയാണ് പ്രതീക്ഷ? സമയം കുറവാണ്, എന്നാലും തീർക്കും ഫുള്ളായിട്ട്. ഏകദേശം 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ നിലവിലെ. അല്ല, നമ്മ പരമാവധി ശ്രമിക്കണം, എന്തായാലും തീർവായിരിക്കും ഫുള്ളായിട്ട്. ഈ കറുപ്പ് ഏതാണ്? അത് ചീരയില്ലേ? കാട്ടുചീര. പ്രധാനപ്പെട്ട ഏതൊക്കെ പൂക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അത് അവരോട് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഈ മല്ലിക, ഇത് ജർബറ, ഇത് ഒരുതരം ഹൈബ്രിഡ് ജമന്തിയാണ്. പിന്നെ ഇതൊക്കെ ഇലകൾ, പിന്നെ മഞ്ഞ ഓറഞ്ച് ചെട്ടിപ്പൂക്കൾ, റോസ്, പിന്നെ ഇതെല്ലാം വ്യത്യസ്തങ്ങളായ പനിനീർ പൂക്കളാണ്. ഇനി ഈ പാർട്ടിലേക്കും വരാനുണ്ട്, കഴിഞ്ഞതില്ല, ഇനി വരാനുണ്ട്. എന്തായാലും രാഗി, അവസാന ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വളരെ കണ്ണിന് കുളിർമ നൽകുന്ന, അല്ലെങ്കിൽ കണ്ണിന് പ്രത്യേക ഒരു ദൃശ്യ ഭംഗി നൽകുന്ന ഒട്ടനവധി പൂക്കളും അതോടെ തന്നെ വ്യത്യസ്ത ഇനത്തിലുള്ള കളറുകളും ചേർത്തുള്ള ഒരു മനോഹരമായ അത്തമാണ് ഇപ്പോഴും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇനി അരമണിക്കൂർ, ഏകദേശം 2:30 ഇതിൻ്റെ ടൈം ഓഫ് പീരീഡ് കഴിയും. ഇനി ഏകദേശം 45 മിനിറ്റോളം മാത്രമേ ഉള്ളൂ. ഇതിന് തൊട്ടടുത്താണ് മറ്റൊരു ടീമുള്ളത്. ഈ ടീമിൻ്റെ പേരെന്ന് പറയുന്നത് ശിവ കല്യാണിയാണ്. പൂജപ്പുരമുള്ള ടീമാണ്. ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ചേട്ടനാണ് ഇതിൻ്റെ ടീം ഓഫ് ലീഡർ എന്ന് പറയുന്നത്. ചേട്ടാ, അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതിന് പ്രതീക്ഷ കഴിഞ്ഞ തവണ എല്ലാവരും അടിപൊളി എത്താണ് ഇടുന്നത്, അതുകൊണ്ട് നമുക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതായത് ചേട്ടൻ കഴിഞ്ഞ തവണ ജനം ടി വിയിലെ തന്നെ പങ്കാളിയെ സീസൺ 1 മത്സര ടീം അംഗവുമാണ്. അന്ന് 4ാം സ്ഥാനത്താണ് എത്തപ്പെട്ടത്. ഇത്തവണ എങ്ങനെയാണ് പ്രതീക്ഷ? 1ാം സ്ഥാനത്തേക്ക് കടക്കാനുള്ള നല്ല പരിശ്രമം നടത്തുന്നുണ്ടല്ലേ? അതെല്ലാം ജഡ്ജസിൻ്റെ കയ്യിലല്ലേ. എല്ലാവരും അത്തവും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ടതാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടിരുന്ന് കാണാം. ജഡ്ജസ് എന്തായാലും ആ ദൃശ്യങ്ങൾ, അതായത് അത്തത്തിൻ്റെ ആ ദൃശ്യം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് ക്യാമറാമാൻ മനോജ് ചേട്ടൻ. എന്തായാലും നമുക്ക് കാണുന്നത് പോലെ ഒട്ടനവധി പൂക്കൾ കൊണ്ടുള്ള മനോഹരമായ ഒരു അത്തത്തിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലേക്കാണ്. ഇവിടുത്തെ ഏകദേശം 7 പേരുണ്ട്. അതായത് നിയമവലിയെ പോലെ ഏകദേശം 7 പേര് മാത്രമേ ഇതിൽ പങ്കാളിയാവാൻ പാടുള്ളൂ. ഏകദേശം 7 പേര് മാത്രമാണ് ഇതിൽ അത്തം ഇട്ടുകൊണ്ട് ഇരിക്കുന്നതും. എന്തായാലും
ഇവിടെ പ്രധാനപ്പെട്ട പൂക്കൾ ഏതൊക്കെയാണ്? കൂടുതലും റോസാണ് യൂസ് ചെയ്തേക്കുന്നത്. പല കളർ റോസാണ് യൂസ് ചെയ്തേക്കുന്നത്. കറുത്ത കളർ ഇതൊരു റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റും. ഒരു സൈഡ് ഒരു ടൈപ്പ് ചീരയാണത്. എന്തായാലും രാഖി, മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു കുടുംബമുണ്ട്. അതായത് അച്ഛനും അമ്മയും 2 മക്കളും ചേർന്നൊരു അത്തപ്പൂക്കളം ടീമുണ്ട്. നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെയാണ്, ഏകദേശം 2ാമത്തെ ടീമാണ്. അവരുടെ വിശേഷങ്ങളും കൂടി അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം നേരം ആ ഒരു കുഞ്ഞിനോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. ഹായ് മോളെ, പേരെന്താ? വിദ്യ. വിദ്യ എത്ര പഠിക്കുക? 9th. മോളെ അച്ഛനോടൊപ്പം ഈ ഓണത്തിന്റെ ഒരു അത്തപ്പൂക്ക മത്സരത്തിൽ പങ്കാളിയാവുകയാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അച്ഛനോടൊപ്പം ഉള്ള എക്സ്പീരിയൻസ് വഴക്ക് പറയാറുണ്ടോ? ഇല്ല, നല്ല സപ്പോർട്ടാണ്. പഠിപ്പിച്ചു തരും എങ്ങനെയാ ചെയ്യേണ്ടത്, ലെവൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. നല്ല. ആദ്യമായിട്ടാണോ അച്ഛനോടൊപ്പം? അല്ല, കുറെ വട്ടമായിട്ടുണ്ട്. കൊച്ചിലോട്ട് അച്ഛൻ കൊണ്ടുപോകാറുണ്ട്. ഇത് എത്രാമത്തെ കോമ്പറ്റീഷൻ ഓർമ്മയുണ്ടോ മോളും ഒപ്പം ഉള്ളത്? 3, 4. 4ാമത്തെയാണ്. ഓക്കെ. ഇതിൽ പ്രധാനപ്പെട്ട പൂക്കൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? ഇതില് റോസ് ഉണ്ട്, ജമന്തി, 2 സൈസ് ജമന്തി, പിന്നെ ബോഗൻ വില്ല, പിന്നെ ചൊറിയണമാണ്. നമ്മുടെ ചൊറിയണില്ലേ വീട്ടിൽ, അതിൻ്റെ പൂവ് പിച്ചി എടുത്തിട്ട് വെച്ചേക്കുവാണ് ഇലയായിട്ട്. പിന്നെ അതിനകത്ത് തന്നെ കുറേ നാടൻ പൂക്കൾ, അതും കൂടി. നാടൻ പൂക്കൾ പണ്ട് തൊട്ട് എല്ലാവരും വീട്ടിൽ എല്ലാവരും നാടൻ പൂക്കളാണല്ലോ ഇടുന്നത്. ഇപ്പോഴാണ് കുറേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വരുന്നത്. അപ്പം ഞങ്ങൾ അതിനകത്ത് ഞങ്ങളുടെ അത്തപ്പൂക്കളത്തിനകത്ത് ഇത് ആർട്ടിഫിഷ്യൽ വേണ്ട, നമ്മുടെ സാധാരണ പണ്ടത്തെ രീതിയിലുള്ളൊരു ഇത് കൊണ്ടുവരാമെന്ന് വെച്ചിട്ടാണ് ഈ ഓരോ നാടൻ പൂക്കളൊക്കെ കൊണ്ടുവന്നത്. ഇങ്ങനത്തെ കുറേ നാടൻ പൂക്കളുണ്ട്. പിന്നെ വാടാമല്ലിയുണ്ട്. ഇതൊരു ചീരയല്ല, അല്ലാത്തൊരു ഇലയാണ്. ചീരയല്ല, ആ ബ്ലാക്ക് കാട്ടിലൊരു ഇലയാണ്. അത് 2 സൈസ് ചീര കണക്കിരിക്കും, പക്ഷെ എല്ലാവരും വിചാരിക്കും ചീരയാന്ന്, പക്ഷെ അല്ല. അങ്ങനെ കുറച്ച് രാഖി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഏകദേശം 9ാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്. പക്ഷേ വളരെ ഡീപ്പായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. അതായത് എനിക്ക് പോലും ഇതിൻ്റെ ഏതൊക്കെ പൂക്കളാണെന്നും ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ ഉപയോഗം എന്ന് പോലും അറിയില്ല. എന്തായാലും മോൾക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം അച്ഛനോടൊപ്പം ഒട്ടനവധി അത്തപ്പൂക്കള മത്സരത്തിൽ പങ്കാളി ആയതുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഇത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ളത്. ഇതാണ് അവസാന ടീമെന്ന് പറയുന്നത്. ഈ ടീമിൻ്റെ പേര് എന്ന് പറയുന്നത് ചില ടീമിൽ വരുന്ന ടാഗോർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ചേട്ടാ, അവസാന ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. എങ്ങനെയാണ് പ്രതീക്ഷ? അങ്ങനെയൊന്നുമില്ല, മറ്റുള്ള അത്തമൊന്നും ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ നമ്മുടെ അത്തത്തിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അറിയാം. പ്രധാനപ്പെട്ട ഏതൊക്കെ പുഷ്പങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ പൂക്കളാണ്? ഞങ്ങൾ തുളസി, തുമ്പ, പിന്നെ നമ്മുടെ നാടൻ പൂക്കൾ, ശംഖുപുഷ്പം, പിന്നെ 10 മണി ചെടിയാണ്. ഇത് നമ്മൾ വീട്ടിൽ നട്ടു വളർത്തിയിട്ട് ഉണ്ടാക്കിയ ഒരു 4 കളറ് 10 മണി ചെടിയുണ്ട്. പിന്നെ റോസ്, പിന്നെ കുറച്ച് വാങ്ങിയ പൂക്കൾ, ജമന്തി പൂക്കൾ, ഇത്രയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രാഖി, തീർച്ചയായും എന്തായാലും ഇനി ഏകദേശം 45 മിനിറ്റോളം, ക്ഷമിക്കണം, 2:30 ഇതിൻ്റെ ടൈം ഓഫ് പീരീഡ് കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജഡ്ജിങ് പാനലുള്ളത് 3 പേരാണ്. ഗിരീഷ് പുലയൂർ, അതോടൊപ്പം തന്നെ പ്രശസ്ത കവിയാണ്. അതോടൊപ്പം തന്നെ ജനൻ ടി വിയുടെ പ്രഹ്ലാദ് എസ് കുമാർ, ഓഡിയോ ഹെഡാണ്. അതോടൊപ്പം തന്നെ മിറാഷുമുണ്ട്, അദ്ദേഹം 3 പേരാണ് ഈ ജഡ്ജിങ് പാനലുള്ളത്. എന്തായാലും 2:30 ഇതിൻ്റെ അവസാനഘട്ട ജഡ്ജിമെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വളരെയധികം ആവേശത്തിലും സന്തോഷത്തിലും, അതോടൊപ്പം തന്നെ ഇന്ന് ചിങ്ങമാസം 1-ാം തീയതിയാണ്. അതിൻ്റെ ഒരു സന്തോഷ നിറവിലാണ് എല്ലാ പേരും. എന്തായാലും വളരെ ഗംഭീരമായ ഒരു ആവേശമായിട്ടുള്ളൊരു ഓണ അത്തപ്പൂക്ക മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനം ടിവിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മൈജി മെഗാ അത്തപ്പൂ മത്സരം സീസൺ 2 തിരുവനന്തപുരത്ത് തുടക്കമായിരിക്കുന്നത്. ദിലീപ് കുറ്റിച്ചിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.